ഇന്ന് ചെറിയ ഒരു വ്യത്യസ്തമായ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ എണ്ണ ഒഴിച്ച് അതിനകത്ത് സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുക. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇത് എൻ്റെ വയലിലെ തന്നെ പയറാണ്, പാവലും അവിടെ തന്നെയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ചൂടാക്കി അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടു, അതിൽ ഉപ്പ് ഇട്ടു. ഇനി നമ്മൾ പച്ചക്കറി അതിനകത്തിടും. അപ്പോൾ അത് വെന്ത് ഏകദേശം ആയി കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഒരുപാട് എണ്ണ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഈ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആ ഹീറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പയറും പാവലും മുളകും കൂടെ ചേർന്ന് നല്ലൊരു സൂപ്പറായിട്ട് വരും. ഇത് ഞാൻ രണ്ടാമതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ അത്യാവശ്യം കുരുമുളക് ആഡ് ചെയ്ത് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് എടുക്കുകയാണ് ചെയ്യുക. അതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കറിക്കകത്ത് മഞ്ഞപ്പൊടി ഇടുന്നത് കൊണ്ടുള്ളൊരു ഗുണം, ഈ മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഇതെല്ലാം എന്താ പറയുക, നമ്മുടെ മണ്ണിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. സ്വയം കൃഷി ചെയ്തെടുത്ത ഐറ്റംസാണ്. ഉപ്പ് ഞാൻ കൃഷി ചെയ്തതല്ല, വെള്ളവും അത് നമ്മുടെ കിണറ്റിലെ വെള്ളമാണ്. അപ്പോൾ ബാക്കി പാത്രവും എൻ്റെ അല്ല കേട്ടോ. അപ്പം ഇവിടുത്തെ പാത്രമാണ്, വീട്ടിലെ പാത്രം, ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച. അപ്പോൾ ഈ മഞ്ഞപ്പൊടി ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നാടൻ പച്ചക്കറിയിൽ, പ്രത്യേകിച്ച് നാടൻ പച്ചക്കറിയിൽ അധികം ഈ വിഷവിത്തുക്കളില്ലാത്തതുകൊണ്ട് പുഴുക്കളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മഞ്ഞപ്പൊടിയിൽ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷം നശിച്ചു പോകും. വിഷം മീൻസ് ഇതിനകത്ത് ചെറിയ പുഴുക്കുത്തുകളുണ്ടാകും, ചെറിയ പുഴുക്കൾ. അപ്പോൾ അതിനെയൊക്കെ കൊല്ലാനായിട്ട് മഞ്ഞപ്പൊടി വളരെ നല്ലതാണ്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന സാധനം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിനകത്ത് പെസ്റ്റിസൈഡുകളുടെ അളവ് കൂടുതലാണ്. ഇത് പെസ്റ്റിസൈഡ് അല്ല, ഇത് നമ്മുടെ മണ്ണിൽ നിന്ന് വളർത്തിക്കൊണ്ട് വന്ന് ഇലയ്ക്കകത്ത് നമ്മൾ നേരിട്ട് അങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കത്തില്ല. ഗോമൂത്രം, പിന്നെ ഈ മുഞ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള കൃഷിഭവനിൽ തരുന്ന ചില മരുന്നുകളുണ്ട്. അങ്ങനെ ചില സാധനങ്ങൾ അടിച്ചു കൊടുത്തിട്ടാണ് ഇതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. നല്ല നീളം പയറാണ്. പയറിനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പയർ. ഇതാണ് ഞാൻ പറഞ്ഞത്, നാടൻ പയറിനകത്തൊക്കെ കാണുന്ന ചില ലക്ഷണങ്ങളാണ്. ഈ വണ്ട് കുത്തുക, പുഴു കുത്തുക, എങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കും. കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനകത്ത് ഒന്നും അത്ര പ്രശ്നം ഉണ്ടാവില്ല. അതിൻ്റെ ഈ അറ്റത്തൊക്കെ നിൽക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ചില ചെറിയ ചെറിയ കേടുകളുണ്ടാകും. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയും, എന്നിട്ടാണ് കറി വയ്ക്കുക.